ഗുഡ് മോർണിംഗ്. ഞാൻ കടയൊക്കെ പിടിച്ച് രാവിലെ തന്നെ എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുറേ ദിവസമായില്ലേ നമ്മളൊന്ന് കണ്ടിട്ട്. അതേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനിപ്പോൾ ദാ ജിമ്മിൽ പോയി വരികയാണ്. ജിമ്മ് പറഞ്ഞാൽ നമ്മുടെ ഡാൻസാണ്, എല്ലാതും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഡാൻസിൻ്റെ സെഷനാണ് അറ്റൻഡ് ചെയ്യണത്. അപ്പം മിത്തുക്കുട്ടീനെയും രമേശേട്ടനെയൊക്കെ ഞാൻ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് ഇപ്പോൾ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ്സിന് പോകുമ്പോൾ അറിയാലോ, ഒരു ഓട്ടാണ്. ആ ഒരു രാവിലെ പോയില്ലെങ്കിൽ പിന്നെ പോയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവിടെ ആണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മഴയോട് മഴ. വീഡിയോ കുറേ പേരായി മെസ്സേജ് ചെയ്യണു എവിടെ പോയി എന്നുള്ളത്. അപ്പം എല്ലാം വഴിയെ പറഞ്ഞു തരാം. ഇപ്പം ഞാനിന്ന് വീട്ടിലെത്തട്ടെ. നല്ല അടിപൊളി മഴക്കാലം തുടങ്ങി ഇവിടെ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. ഒരുപാട് ലേറ്റായി, 11 മണിയായി. ഞാൻ 9 മണിക്ക് എത്തിയതാണ്. ഇന്ന് നന്നായിട്ട് എണ്ണ തേച്ച്, കുറേ ദിവസമായി എണ്ണ പോലും തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് മുഖത്തൊക്കെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നല്ലോണം തേച്ച് കുളിമിനൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട്, ഇപ്പോൾ വീക്കെൻഡും കൂടെ കഴിഞ്ഞു. അതായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കച്ചറ പോലെ ഉണ്ട്. അപ്പം കുറേ പണിയുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് എന്തോ വിശക്കണമില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് അതിൻ്റെ മേലങ്ങടി ഇരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ സെയിം നമ്മുടെ ബനാന ഇതുണ്ടല്ലോ സ്മൂത്തി, അതാണ് കഴിക്കുക. അപ്പം എനിക്ക് വിശക്കാത്ത ദിവസം ഞാൻ അത് കഴിക്കും. അല്ലെങ്കിലും മറ്റേ വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ പഴം ഉണ്ടല്ലോ റോബസ്റ്റ, അത് ചേർക്കും. കുറച്ച് സോയാ മിൽക്ക് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇപ്പോൾ സോയാ മിൽക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സോയാ മിൽക്ക്. അപ്പോൾ ഇത് തന്നെ രമേശേട്ടനും ഞാൻ രാവിലെ കൊടുക്കുക. ഇത് ഹെൽത്തി സംഭവമാണ്. സാറ്റർഡേ സൺഡേ പിന്നെ നമ്മുടെ നാടൻ ഫുഡും കാര്യങ്ങളും. അപ്പം ഇതൊരു 150 ml വരെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ പോണതിൻ്റെ മുന്നേ തന്നെ ചിയാ സീഡ് കണ്ടോ, ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലല്ല, ഇത് കുറച്ച് സോയാ മിൽക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പം ഞാനെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ രമേശേട്ടനുള്ളത് രാവിലെ എണീറ്റ് ഉടനെ വെക്കും. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന ഓവർനൈറ്റ് വെച്ചാൽ അത്രയും അടിപൊളി. 2 മണിക്കൂറെങ്കിലും ഇരിക്കണം, നന്നായിട്ടൊന്നും ആവണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡേറ്റ്സ് ഇല്ല, ഡേറ്റ്സ് കഴിഞ്ഞു. ശരിക്കും ഡേറ്റ്സ്, ആൽമണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല റിച്ച് സ്മൂത്തി ആക്കാം. അതൊക്കെയാണ് സംഭവം. ഇന്നിങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വീഡിയോ ഇട്ടതാണ്, ലോങ് വീഡിയോ. ഷോർട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്ത് പറ്റി, എന്തെങ്കിലും അസുഖമാണോ അതാണോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വയ്യായ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സൈഡിൽ കൂടെ പോകണം. പിന്നെ നല്ല മഴയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വീടിൻ്റെ ഓട്ടങ്ങൾക്കായിട്ടുള്ള സംഭവങ്ങൾ. അപ്പം അതിങ്ങനെ എന്നും വീഡിയോ എടുത്ത് നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഈ എന്താ പറയുക, ഇങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അന്ന് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. അതിന് ശേഷം പിന്നെ പോയതൊക്കെ ഇങ്ങനെ ഡെയിലി അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുകയോ വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ അതെന്താ പറയുക, നമുക്കൊരു ചില സമയത്ത് നമുക്കുണ്ടാവുമല്ലോ ഒരു വയ്യായിക, ഒരു മടി, ചില മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത്രയും ലോങ് ഗ്യാപ്പ്, ഞാൻ ഒരാഴ്ചയൊന്നും വീഡിയോ ഇടാതിരിക്കാറേ ഇല്ല. ഞാൻ എന്ത് വന്നാലും ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഇടുന്ന ആളാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീഡിയോ ഇടുന്ന ആളാണ്. അപ്പം അത്ര പോലെ എനിക്ക് എന്തോ തോന്നില്ല. പിന്നെ ഈ റൂട്ട് കനാലിൻ്റെ സംഭവം അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇനി ഒരുപാട് പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഡോക്ടർ ലീവായി, അതിൻ്റെ ഇടയിൽ എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടെ ഞാൻ വെച്ചത് ഒരു സുഖമില്ലാത്തൊരു പോലെ, ഒരു നെഗറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര മോട്ടിവേഷണൽ സംഭവങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ ചില സമയത്ത് നമുക്ക് അതൊന്നും നമുക്ക് തന്നെ ഏശില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന നിമിഷം പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി കിട്ടുമോ എന്താ എനിക്കറിയില്ല. ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ തോന്നുന്നതിനും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ഫീല്. അങ്ങനെ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത, അങ്ങനെ എന്തോ ഒരു ശരിയാവും. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എപ്പോഴും നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ഹോർമോണൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിക്ക് ഫീൽ ചെയ്ത പോലെ, ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലെ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ മടി പിടിച്ചിരിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് 1 വീക്കിൽ കൂടുതൽ മടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലെ. എനിക്ക് എന്താ പറയുക, ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട്, ഡാൻസ്, അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്കായിട്ടൊരു വേറെ ഇങ്ങനെ ഒരു ഫംഗ്ഷനോ നാട്ടിലിങ്ങനെ കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആൾക്കാരെ കാണാനല്ലേ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ അവരൊക്കെ ജോലി ചെയ്യുന്നവരായിട്ട് അവരും ഫുൾ ബിസിയാണ്. അപ്പോൾ അവരെയും കാണാൻ പറ്റാറില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരെയായിട്ടൊരു ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പോണത്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ്, ഇപ്പോൾ ഒന്നുമില്ല. അവർ ഫുൾ ബിസിയാണ്. ഞാനും
അങ്ങനെ ഞാൻ ബിസിയാണോ എന്ന് ചോദിച്ചാൽ ബിസി അല്ല, ബിസിയാണോ ചോദിച്ചാൽ ബിസിയാണ്, അങ്ങനെ ഒരു അവസ്ഥയാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു സ്റ്റക്കായി പോകില്ലേ, എവിടെയോ വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബോറടിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് കണ്ണു തട്ടുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുകിയിടുക എന്നൊക്കെ പറയും. പക്ഷെ ഇതല്ല, ആക്ച്വലി എന്തോ നമുക്ക് തന്നെ നമ്മുടെ തന്നെ ഒരു മടി എന്ന് പറയാൻ പറ്റില്ല അതിനെ, ഒരു നെഗറ്റിവിറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ തന്നെ, വേറെ ആർക്കും അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല, നമുക്ക് തന്നെയാട്ടോ അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഓക്കെ, എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അതുപോലെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നി, പക്ഷെ എന്നാലും ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോയിപ്പോൾ എനിക്ക് പകുതി സമാധാനമായി. എന്താ പറയുക, പിന്നെ രംഷേട്ടനാണെങ്കിലും കംപ്ലീറ്റ് ബിസി. രംഷേട്ടനെ ഒട്ടും കിട്ടുന്നില്ല, ഫുള്ള് ഓഫീസിലെ വർക്കും പിന്നെ ഈ വീടിൻ്റെ ഓട്ടവും കാര്യങ്ങളും. രംഷേട്ടന് ഓൾറെഡി, മിത്തു ആണെങ്കിൽ മിത്തുവിന് ഒട്ടും കിട്ടുന്നില്ല. മിത്തു രാവിലെ പോയ രാത്രി വരെ മ്യൂസിക് കോമ്പറ്റീഷൻ അത് ഇതും, സാറ്റർഡേ സൺഡേ പോലും മിത്തുവിനെയും കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ മുതൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീല് എന്നുള്ളതില്ലേ നമുക്ക്, അങ്ങനെ ഒരു ഫീലാണ് നമുക്ക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അയ്യോ ഒറ്റയായി പോയ പോലെ ഒരു ഫീല്, ഒരു ലോൺലിനെസ്, അതൊക്കെ എനിക്കത് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്യാൻ. അത് എന്നാൽ പോലും നമുക്കൊരു പരിധി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത് കാരണമാണ് ഞാൻ വിചാരിച്ചു വീഡിയോ വേണ്ട, എനിക്കൊന്നും കാണിക്കല്ലേ വീഡിയോയിൽ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒന്നുമില്ല, ഞാൻ രാവിലെ നീക്കുന്നു, 5:30 നീക്കുന്നു, ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, ഇവർ പോകുന്നു, രാത്രി ഇവർ വരുന്നു, പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, എൻ്റെ ഒരു ദിവസം കഴിയുന്നു. അതിനപ്പുറം എൻ്റെ ഒരു ദിവസം ഒന്നുമില്ല. ഒരു ജിമ്മിൽ പോകുന്നു, വരുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്തത് എന്നും എഡിറ്റ് ചെയ്യുന്നു, രാവിലെ വ്ളോഗ് എടുക്കുന്നു, കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു വേണ്ട, 1 വീക്ക് കംപ്ലീറ്റ് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ ചെയ്യാനൊന്നും ഇല്ല, അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ സ്വരം പോലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എത്താനൊരിത് അവിടെ ആകുമ്പോൾ എനിക്ക് കുറേ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ പിന്നെ അറേഞ്ച്മെന്റ്സ് വൃത്തിയാക്കലൊന്നുമില്ല, കാരണം ജസ്റ്റ് എല്ലാം കാർഡ്ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ വെറുതെ എൻ്റെ ടൈം എൻ്റെ എനർജി വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എല്ലാം റെഡി ആക്കിയിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇതാക്കിയിട്ട് തട്ടിയിട്ട് നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ടൈം ആൻഡ് എനർജി വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അതും ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കളയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ കുറേ ദിവസങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബ്രേക്ക്. അങ്ങനെ തിരിച്ച് ഞാനിതാ വീണ്ടും പൂർവാധിക ശക്തിയോടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാറ് കേട്ടോ. ഒരുപാട് തിക്കല്ല, ഇതിൽ ശരിക്കും നിറയെ നട്ട്സും ഡേറ്റ്സും സംഭവങ്ങളൊക്കെ ഇട്ട് ഒരുപാട് റിച്ചാക്കാൻ തൽക്കാലം ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്വരയിലേക്ക് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാണ്ട്, കുറേ കാലമായി സ്വര അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ സമയമല്ലേ, അപ്പോൾ കുറച്ച് സാരികൾ എൻ്റെ കയ്യിലുള്ള സെറ്റ് സാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ സ്വപ്ന രമേശ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ സ്വരയുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല സാരി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു മൂഡില്ലാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് ഷോപ്പിംഗ് എന്ന് പറയും. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്, ഞാൻ പറയണതല്ല കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ്, പ്രത്യേകിച്ച് ഷോപ്പിംഗ് ലേഡീസിനാകുമ്പോൾ അതാണ് കൂടുതൽ സന്തോഷം എന്നാ പറയാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ട്, മടി പിടിച്ചു എന്ന് പറയില്ല ഇങ്ങനെ, അങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് പർച്ചേസ് ചെയ്തു ആമസോണിൻ്റെ ഇതാ നല്ല അടിപൊളി കിഡിലൻ കളക്ഷൻസ്. ഇപ്പോൾ UBS സെയിൽ നടക്കണത്, നല്ല അടിപൊളി ബ്രാൻഡുകളുടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പോൾ ലാസ്റ്റ് ഡേ ആയിരിക്കും. നല്ല കിഡിലൻ ബ്രാൻഡുകളൊക്കെ വളരെ വില കുറവിൽ 50% ഓഫ്, അതേപോലെ പ്രൈം മെമ്പേഴ്സിനാണെങ്കിൽ 10% ക്യാഷ് ബാക്കും, അങ്ങനെ കുറേ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. ഇതൊരു ഫസ്റ്റ് വണ്ണാണ്. ഇതൊരു ഫുൾ ലോങ് കുർത്തി ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗൗണായിട്ടൊക്കെ ഇടാവുന്നതാണ്. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, ഒരു പാർട്ടിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറ്, ഇതിലൊരു ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ബെൽറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നല്ല വർക്കാണ്, ഒരു ഫ്ലോറൽ വർക്ക്. കൈ തടിയൊക്കെ ഉള്ളവർക്ക്, പെന്നെ പോലുള്ളവർക്കൊക്കെ വണ്ണം തോന്നിക്കാതിരിക്കാൻ പറ്റിയൊരു സ്ലീവ്സ് ആണ് ഇത്. കണ്ടോ, ഇങ്ങനത്തെ സ്ലീവ്സ്, അതായത് ഫുൾ കൈ ഇടും വേണ്ട, എന്നാൽ കൈൻ്റെ വണ്ണം തോന്നിക്കരുത് എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള സ്ലീവ്സ് ആണ്. സെയില് ഇപ്പോൾ ചിലപ്പോൾ ഇന്നത്തോടെ കഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, കാരണം പ്രീമിയം ബ്രാൻഡിൻ്റെ സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന സെയിലുകളൊക്കെ ബ്രാൻഡിൻ്റെ ആവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബ്യൂട്ടിഫുൾ കളറ്. എനിക്ക് എന്താ പറയുക, എൻ്റെ സന്തോഷമാണ് എനിക്കിതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഇതും ഒരു കുർത്തി സെറ്റാണ് കേട്ടോ, ഒരു
സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുർത്തി സെറ്റാണ്. ഇതിൻ്റെ കളർ കൊണ്ടാണ് എനിക്കിത് ഇഷ്ടമായത്. ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം, ബർത്ത്ഡേ, റിസപ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലോസ്കി സംഭവമാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു ഫ്രില്ല് ടൈപ്പൊക്കെ ആയിട്ട്, അതുപോലെ കൈ ഏകദേശം 3/4 സ്ലീവ്സ് ആണ്, ഒരു തിളക്കം ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഒരു സിൽവർ ഒരു ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ടോപ്പും ഉണ്ട് ബോട്ടും ഉണ്ട് കേട്ടോ. ബോട്ടം വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടമാണ്. അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ തുണി കൊണ്ടാണ് എനിക്കിഷ്ടമായത്. അതേപോലെ തന്നെ ഇതിൻ്റെ കളറും ഒരു ലാവൻഡർ അല്ലേ, ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു പേർപ്പിൾ, ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡ്, എല്ലാ കളേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ളതാണ്. ഇതൊരു ഉടുപ്പ് ടൈപ്പാണ്. ചെറിയ ബട്ടണും കാര്യങ്ങളും ഫുൾ ലെങ്ത് ബട്ടണായിട്ട് ഏകദേശം ഒരു നീനെ കുറച്ച് താഴെ, എന്നാൽ ഫുള്ളല്ല. നല്ല തുണി ഭയങ്കര രസമുണ്ട് കണ്ടോ. അടുത്തതും ഈ പറഞ്ഞ പോലെ ഒരു ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലോസ്കി ഉടുപ്പാണ്. ഇപ്പം എല്ലാവർക്കും എൻ്റെ സ്വരയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് ഉടുപ്പാണ്. അതായത് കുർത്തിയേക്കാൾ എല്ലാവർക്കും ഇഷ്ടം ഉടുപ്പാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഫുൾ സ്ലീവ്. ഇത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ബെൽറ്റ് മാത്രമാണ് കണ്ടോ. ബ്ലാക്ക് എപ്പോഴും ഓൾവേസ് ക്ലാസ് ആൻഡ് എലഗൻറ്റ് ആയതുകൊണ്ടുള്ള ഒരു ലുക്ക്, അങ്ങനത്തെയൊക്കെ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും സാധാരണ നമുക്ക് ഈ ജീൻസ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ഒരു പാൻറ്റാണ്. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. എനിക്ക് പൊതുവേ ജീൻസ് ഇടുന്നതിനേക്കാളും കംഫർട്ട് ഞാൻ പാൻറ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ പാൻറ്റ് ആകുമ്പോൾ ബ്ലാക്ക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പാൻറ്റുകൾ, പല കളർ വാങ്ങിച്ചു വയ്ക്കാം. അതായത് ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ, ഇങ്ങനത്തെ. ഇതിപ്പോൾ ഒരു ബ്രൗൺ ആണ്. പിന്നെ ഈ ഹുക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ഇപ്പം എന്നെ പോലെ ഇതാണ് വളരെ ഇലാസ്റ്റിക് ആയിട്ട് നമ്മുടെ ലെഗിൻസ് ഒക്കെ ഇടുന്ന പോലെ. എന്നാൽ ലെഗിൻസ് ഭയങ്കര ഒരു ഒട്ടിങ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാത്ത ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ടോപ്പും അങ്ങനത്തെ ഒക്കെ നല്ല ഭംഗിയായിട്ട് പോകും. പെട്ടെന്ന് നമുക്ക് കാഷ്വലായിട്ട് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. അപ്പോൾ എല്ലാതും ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ സെയിലും കാര്യങ്ങളൊക്കെ UBS സെയിൽ നടക്കുകയാണ്. എല്ലാ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം. ജൂലൈ 5 മുതൽ 9 വരെ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കഴിയാറാവും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാം. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ആമസോണിലാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ, ഇങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം. നിങ്ങൾക്കും അതെ. എനിക്കിപ്പോൾ അത് വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്, കാണാനൊരു രസം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയൂ. ഇതൊക്കെ കാണാനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണോ, ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നുള്ളതും കൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ലഞ്ച് ചപ്പാത്തി മുട്ടക്കറി. രാവിലെ തന്നെ ഓഫീസിലേക്ക് ഒക്കെ കൊടുത്തയച്ചതുകൊണ്ട് അതേ മുട്ടക്കറി ചപ്പാത്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അതും കാണിക്കാനില്ല. കാരണം 8 മണി വേണ്ട, ആ മണിയൊക്കെ കഴിയും. രാത്രി ഇന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറേ കാലമായി നമുക്ക് കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊടുത്തയച്ചിട്ടുള്ള ബാക്കി മുട്ടക്കറി ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് 2 ചപ്പാത്തിയും കുറച്ച് കുക്കുംബറും സാലഡും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തക്കുട്ടി വന്നേ. അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചപ്പോഴേക്കും മിത്തുക്കുട്ടീനെ കൊണ്ടുവരാറായി. ഇന്ന് മ്യൂസിക് ടീം ഉള്ളതുകൊണ്ട് ഇന്ന് ലേറ്റായി. ഇപ്പം 4:25 സമയം. അല്ലെങ്കിൽ മിത്ത് 3 മണിക്ക് വരും. മ്യൂസിക്കിൻ്റെ ഇതായിട്ടല്ലേ മിത്തോ. ലാസ്റ്റ് 1 മന്തായിട്ട് 4:30-5 മണി വരെ ആയിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പം മ്യൂസിക് ടീം ഉണ്ട് എല്ലാ മൺഡേയും. അതിൻ്റെയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് മിത്തുവിനെ കൊണ്ടുവരാറാകുമ്പോഴേക്കും ഭാഗ്യത്തിന് മഴ നിന്നു. മിത്തോസ് വിശക്കുണ്ടോ? ഇല്ലേ? ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല വീട്ടില്. അപ്പം ഞാനിവിടെ ഒരു ചായ കുടിച്ചു. മിത്തുക്കുട്ടി എന്നെ കൊതിപ്പിക്കാനായി ഇതാ ഗുലാബ് ജാമുൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ വല്ലാതെ നമുക്കിങ്ങനെ ക്രേവിങ്സ് ഒക്കെ തോന്നുമല്ലോ. പ്രത്യേകിച്ചും ഇങ്ങനെ ക്രേവിങ് പീരിയഡ് ടൈമിലൊക്കെ നമുക്ക് ക്രേവിങ്സ് തോന്നുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മളങ്ങനെ ഒന്നും പിടിച്ചു വെക്കരുത്. നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം എന്നാണ് പറയുക. എന്നാലും പോർഷൻ കൺട്രോളാണ് മെയിൻ. അപ്പം ഞാനിങ്ങനെ ഗുലാബ് ജാമൊക്കെ വാങ്ങിയിട്ട് ഒന്ന് കഴിക്കും. അപ്പോൾ ഒരു സമാധാനം. ഇത് കഴിക്കാതെ എടുത്ത് വെച്ച് എന്താ വെച്ചാൽ അപ്പം നമുക്ക് എന്താ പറയുക ആക്രാന്തം മൂത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വാരി കഴിക്കും. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ലഡു ഒന്നും ഇഷ്ടമല്ല അധികം. ഇങ്ങനത്തെ ഗുലാബ് ജാം എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ ഒന്ന് കഴിക്കും. അപ്പോൾ നമുക്കൊരു സമാധാനം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ദിവസം മുതൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പായസം കുടിക്കണം തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കുക, കഴിക്കുക. ഞാനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നി അപ്പം തന്നെ അത് ഉണ്ടാക്കും ചെയ്യും. പിന്നെ ഞാൻ കഴിച്ചത് ചായയും പിന്നെ ഇങ്ങനെ മറന്നു കാണിച്ചു തരാം. ഫ്ലാക്സ് സീഡിൻ്റെ ലഡു. ഫ്ലാക്സ് സീഡ് ഞാനിപ്പോൾ എന്നും മിക്കവാറും ദിവസങ്ങളിൽ ഫ്ലാക്സ് സീഡ് ലഡു ഒന്ന് വെച്ചിട്ട് കഴിക്കും കേട്ടോ. അത് ചൂടത്ത് അധികം കഴിക്കുന്നത് നന്നല്ല എന്നൊക്കെ പറയും, എനിക്കറിയില്ല.
അപ്പോൾ അത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനത് ഒരു ടേസ്റ്റായി എടുത്തു. വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷെ അത് ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് ഹോർമോണൽ പ്രോബ്ലംസിനും അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിന് വെയിറ്റ് ലോസിനാണെങ്കിലും ഒക്കെ ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വിശപ്പ് മാറിയ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്നും ഞാൻ ചായയുടെ കൂടെ ഒരു ഫ്ലാക്സ് സീഡ് കഴിക്കും, ഫ്ലാക്സ് സീഡ് ലഡു കഴിക്കും. അപ്പോൾ നമ്മുടെ ഹോളിൻ്റെ അവസ്ഥ കണ്ടോ. ഇവിടെയാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ തോരിയിടുക. രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടിടും, എന്നിട്ട് ഫാൻ ഇടും, അല്ലെങ്കിൽ ഉണങ്ങില്ല. ബാൽക്കണിയൊക്കെ എത്ര ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി ഉണങ്ങില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഹോളൊക്കെ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഹോളൊക്കെ ഏകദേശം ഗോ ഡൗൺ ആയി തുടങ്ങി. പെട്ടികളിൽ പാക്കിങ്ങും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ അങ്ങനെ 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 വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹോളിൽ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ. ഇപ്പം നമ്മൾ ചിമ്മിനി വാങ്ങി, അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അവിടെ കാണുന്നത്. അതൊക്കെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചു. ഇനി കാർഡ്ബോർഡുകൾ തപ്പി നടക്കുകയാണ്. നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ ബാഗിൽ മാത്രം കൊള്ളില്ല. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സിലായിട്ട് ഇങ്ങനെ വെച്ച് തുടങ്ങണം. എന്നിട്ട് ഇവിടെ ഹാളിൽ ഇങ്ങനെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാം കൂടെ അവസാനത്തെ ഒരു 5 ദിവസം ഒന്നും ലീവ് എടുത്തിട്ടൊന്നും നടക്കില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇപ്പം മുതൽ ചെയ്ത രംഷേട്ടനാണെങ്കിലും ഒരുപാട് അങ്ങനെ ലീവ് എടുക്കണ്ടല്ലോ. അപ്പോൾ അച്ഛനമ്മയൊക്കെ വരികയാണെങ്കിൽ അപ്പം ലീവ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഷിഫ്റ്റിങ്ങൊക്കെ ഞങ്ങൾ തന്നെയാണ് മൊത്തം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഹോളൊക്കെ അങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മഴയും ഇതൊക്കെ ആയിട്ട് ഒരു സാധനം ഉണങ്ങില്ല. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രയർ വാങ്ങിച്ചാൽ നല്ലൊരു ഓപ്ഷനാണ്. ആക്ച്വലി എൻ്റെ മനസ്സിലും ഉണ്ട് കേട്ടോ ഈ ഡ്രയർ വാങ്ങിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഗീതുവിൻ്റെ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സുഖമൊന്നും ചെയ്യേണ്ട, നേരെ എടുത്ത് മടക്കി വെച്ചാൽ മതി. പക്ഷേ മുംബൈയിൽ ആക്ച്വലി എന്താ വെച്ചാൽ ഈ ഒരു മഴക്കാലത്ത് ഒരു മാസമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയുള്ള സമയമൊക്കെ പുറത്തിടുമ്പോഴേക്കും ഉണങ്ങും. പക്ഷെ നല്ല പൊടിയാണ്. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ പൊടി. ഇവിടെ പൊടി ഭയങ്കര കൂടുതലാട്ടോ. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മഴക്കാലം ആകുമ്പോഴേ പൊടി ഇല്ലാത്തുള്ളൂ. പക്ഷെ അപ്പോഴാണെങ്കിൽ ഉള്ളിലിടണം. അപ്പോൾ ഡ്രയർ വാങ്ങണം എന്നുണ്ട്. നോക്കട്ടെ, എല്ലാം കൂടെ നമ്മുടെ പരിപാടിയിൽ. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഏതൊക്കെയാണ് പ്രയോറിറ്റീസ് നോക്കാം. എന്തായാലും ഡ്രയർ ഞാൻ എൻ്റെ ഒരു ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം, അടുത്ത കൊല്ലാകുമ്പോഴേക്കെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇങ്ങനെ ഓർമ്മ വരണമൊക്കെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് അതിലെന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ എഴുതാം. അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് രാവിലെ മുതലുള്ള പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ പോകണു. ഇനിയിപ്പോൾ മിത്തുക്കുട്ടീനെ ആയിട്ട് ഇതാ പുറത്ത് പോകണം. മിത്തുവിന് ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കൊണ്ടാക്കണം. തിരിച്ചു വരുമ്പോഴേക്കും അത് കൊണ്ടുവരാറാവും. അപ്പോൾ പിന്നെയും പോകണം. അങ്ങനെ ഇന്നത്തെ ഈവനിങ് ഏകദേശം നമ്മുടെ ഇവിടെ തീരും. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. പുറത്താണെങ്കിൽ ഇങ്ങനെ ഇരുട്ട് കുത്തി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, കാണാൻ ചാൻസ് ഇല്ല. ഇരുട്ട് കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മഴയോട് മഴയാണ്. ഇന്നലെയൊക്കെ നല്ല ഇടി വെട്ടി ഇങ്ങനെ മഴ പെയ്യായിരുന്നു. സൂപ്പർ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിന്നർ പരിപാടിയാണ് കേട്ടോ. ഇവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. രംഷേട്ടനെത്തി. ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മിത്തുവിന് രംഷേട്ടനും സെയിം ഡിന്നർ തന്നെയാണ്. പക്ഷെ അളവിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് വേറെ ഉണ്ടാക്കി. അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് പനീർ പാസ്ത. ഇത് ഞാൻ എന്നും ഉണ്ടാക്കുന്നതാണ്, എപ്പോഴും കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി കഴിച്ചു. കാരണം കുറച്ച് നേരത്തെ കഴിക്കണമല്ലോ. അപ്പോൾ എനിക്ക് ആ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഞാൻ വേറെ ഉണ്ടാക്കി കഴിച്ചു. പനീറും പാസ്തയും കുറേ പേര് വെച്ച് പാസ്ത കുറേ ആയി ഞാൻ കാണുന്നു കേട്ടോ. ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴാണ്. എന്നിട്ട് ഈ ചിരിയുടെ ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. പാസ്ത എന്ന് മുതലേ ഹെൽത്തി ആയത് എന്നൊക്കെ ചോദിച്ചിട്ട്. പാസ്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മൈദ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മില്ലറ്റിൻ്റെ പാസ്ത ഉണ്ട്, ഹോൾ വീറ്റ് പാസ്ത ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പം മില്ലറ്റൊക്കെ അടിപൊളിയാണ്. മില്ലറ്റ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ഹോൾ വീറ്റ് പാസ്ത ആയാലും കുഴപ്പമില്ല. അപ്പം മൈദ മാത്രമല്ല പാസ്ത. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ഇതിൽ കിട്ടും. ഇൻസ്റ്റാമാർട്ടിലും ബ്ലിങ്കിറ്റിലും അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ ആമസോണിലാണ് കിട്ടുക. ആമസോൺ ഫ്രഷിലാണ് കിട്ടുക. എപ്പോഴും അങ്ങനെ ബ്ലിങ്കിറ്റിൽ കിട്ടാറില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പാസ്ത റെസിപ്പികളാണ്. അപ്പോൾ പനീറാകുമ്പോൾ പിന്നെ നല്ലതാണ്. പനീറോ മഷ്റൂമോ ചീസോ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അതും കഴിക്കാം. അപ്പോൾ ഇന്ന് അതാണ് ഇന്നത്തെ ഡിന്നർ. ഇന്നത്തെ കുട്ടിക്ക് എന്നും എക്സാമും കാര്യങ്ങളും യൂണിറ്റ് ടെസ്റ്റൊക്കെയാണ്. അപ്പോൾ അവിടെ ഇരുന്നത് പഠിക്കണം. നല്ല മഴ, സൂപ്പർ മഴ. മുംബൈ സൈഡിലൊക്കെ സ്കൂളിനൊക്കെ ലീവ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ലീവൊന്നുമില്ല. ഇവിടെ പിന്നെ ഗവൺമെൻറ് ഹോളിഡേ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സ്കൂളിൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നല്ല മഴയല്ലേ അങ്ങനെ ലീവ് അങ്ങനെയും കൊടുക്കില്ല. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല. എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ രാവിലെ എണീക്കുമ്പോൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു. ഒരു 6-6:30 ആകുമ്പോഴാവും സ്കൂളുകാർ മെസ്സേജ് ഇടുക. അത് തരട്ടില്ല. തലേ ദിവസം ഒരു സന്തോഷം തരില്ല കേട്ടോ. രാവിലെ എന്തായാലും എണീറ്റ് പകുതി ഫുഡൊക്കെ ആകുമ്പോഴാവും സ്കൂളിൽ നിന്ന് മെസ്സേജ് തരിക. അങ്ങനെ ഇപ്പോൾ ആ ലീവ് കിട്ടിയിട്ടില്ല.
അപ്പൊ ഇന്നൊക്കെ ആ സൈഡിലൊക്കെ ലീവാണെന്ന് പറഞ്ഞു കേട്ടോ. അത്ര മഴ, നല്ല മഴ. രമേശേട്ടനൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് എത്താനൊക്കെ. മുംബൈയിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇതിപ്പോ എല്ലാ കൊല്ലവും ഉള്ള അവസ്ഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ കൊല്ലവും മഴ പെയ്ത് കഠിനമാവുന്ന 2 ദിവസം ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ ക്യാൻസലായി, സ്കൂളൊക്കെ 2 ദിവസം അവധി കൊടുത്ത് ഉള്ളൊരു സംഭവം. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് വന്ന് അതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയായിരുന്നു നാളത്തെ എക്സാമിനും പ്രൊജക്റ്റിനും. അതവിടെ മാറ്റി വെച്ചത് ഓടി വന്നിരുന്ന് പപ്പയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു തല. എന്താണ് ഇത് ഹാപ്പി ന്യൂസ്? ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു നാളെ സ്കൂളില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു നാളെ സ്കൂളില്ല. അപ്പോൾ ഒരു ചാട്ടം ചാടി ഓടി വന്നതാ അവിടെ ഇരിക്കുന്നതാണ്. നിർത്തി നാളത്തെ പഠിത്തവും പ്രൊജക്റ്റും ഒക്കെ നിർത്തി ഹാപ്പി ആയിട്ട് ഇവിടെ ചാടി തുള്ളി മറിയാണ്. ഞാനും ഹാപ്പിയാണ്. കാരണം മിത്തൂര് രമേശേട്ടൻ നാളെ എന്തായാലും ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ എന്തോ പാർട്ടിയൊക്കെയാണ്. അപ്പോൾ മിത്തൂനില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് നാളെ ഒരു പണിയും കഴിയില്ല. മറ്റൊരു 8 മണിയാകുമ്പോഴേക്ക് ലഞ്ച് കഴിയണതാണ്. നാളെ 3 മണിയായാലും ഫുഡ് ഉണ്ടാക്കില്ല എന്നൊക്കെ ഉറപ്പാണ്. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ എന്തായാലും ഈ ചെറിയ ഹാപ്പി. കാരണം പുറത്ത് അത്ര മഴയാണ്. രമേശേട്ടന് ലീവൊന്നുമില്ലേ? ലീവില്ലേ? എങ്ങനെ ഈ മഴയത്ത് കൂടെ തോണിയിലാണ് തുടങ്ങി പോണേ? അത്ര മഴ. ഒരു മുംബൈക്കാരനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഈ ഒരു 2 ദിവസം കാത്തിരിക്കുന്ന ശരിക്കും പണ്ട് മുതലേ ഉള്ളതാണ്. പണ്ട് 2 ദിവസം ലീവ് കിട്ടും. പണ്ട് എങ്ങനെയായിരുന്നു രമേശേട്ടൻ ഓർമ്മയുണ്ട്? പണ്ട് ട്രെയിനിലാണ് വരുന്നത്. ഉറപ്പാണ് ലീവ് എടുത്തേ പറ്റും. അത് ഞങ്ങള് പണ്ട് ഡോംബിവില്ലി താമസിക്കുമ്പോൾ സ്റ്റേഷന്റെ അടുത്താണ് വീടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയ ട്രെയിൻ കാണും. അപ്പൊ ഈ മഴക്കാലം ആയാല് രാവിലെ രമേശേട്ടനും പിന്നെ അപ്പുറത്തെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കും ബാൽക്കണി. എന്താ പറയുക, അത് നല്ല ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. ഈ ജൂലൈ ആകുമ്പോൾ അതാ ഇങ്ങനെ 2 ആളും കൂടെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എടാ ഇന്ന് എന്താ ട്രെയിനൊന്നും കാണാനില്ലല്ലോ. അവസാനം ട്രെയിൻ ഇല്ലാതെ ഇറങ്ങാണ്ട് ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. കാരണം ഓഫീസിലില്ലല്ലോ. ഓർമ്മയില്ലേ അതൊക്കെ? ഭയങ്കര രസമാണ്. കാരണം ട്രെയിന് പോവില്ല. ചിലപ്പോൾ ഒരു 6 മണി 7 മണിയൊന്നും പോവില്ല. ചിലപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ ഒരു വിഷമായോ അപ്പം ഇനിയിപ്പോൾ പോകണം. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ കുറേ രസമായിരുന്നു. ഇന്ന് കുറേ ട്രെയിൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ജോലിക്ക് പോവില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പോവാൻ, അല്ലേ? പണ്ട് ഈ വർക്ക് ഫ്രം ഹോം ഇല്ല. വർക്ക് ഫ്രം ഹോം ആണ് പ്രശ്നം. ഇപ്പൊ വർക്ക് ഫ്രം ഹോമും ഇല്ല, പൂവും വേണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ രമേശേട്ടൻ. അത് പിന്നെ ഓക്കെ അല്ല, ഞാൻ പറയാം പണ്ടൊക്കെ വർക്ക് ഫ്രം ഹോം ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയും പോയാൽ പറ്റും. അപ്പൊ ലീവ് കിട്ടില്ലല്ലോ. അതായിരുന്നു പണ്ടത്തെ ഒരു ഭയങ്കര ഒരു. ഇപ്പൊ ഈ സ്കൂള് ഇല്ലാതെ ആവുമ്പോൾ അതേ ഒരു സന്തോഷമാണ് ട്രെയിൻ ഇല്ല എന്ന് പറയുമ്പോൾ. കാരണം പോണ്ടല്ലോ. അതൊക്കെ ഒരു ഓർമ്മ ഡോംബിവില്ലി ആവുമ്പോഴായിരുന്നു അങ്ങനെ ആ ട്രെയിന് പോണത് ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലേ? അതെ, അത് ഉറപ്പാണ്. എല്ലാ ജൂലൈ ആകുമ്പോ ഇവിടെ ഒരു ചെറിയൊരു പരിപാടി. അതെ, അത് കഴിഞ്ഞാൽ നിൽക്കും. അപ്പൊ നാളെ രാവിലെ നടത്താൻ നിൽക്കണ്ടല്ലോ. അപ്പോ തൽക്കാലം ഞാനിതാ ഇവിടെ വീഡിയോ നിർത്തുന്നു. ബൈ.